പാലക്കാട് കാഞ്ഞിരപ്പുഴ വാക്കോടിൽ കൂട്ടിലായ പുലിയെ ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു. കാസർഗോഡ് ഇരുണ്ണിയിൽ പുലിയുടെയും പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ കടുവ ഇറങ്ങിയതിന്റെയും ആശങ്കയിലാണ് ജനം. കണ്ണൂർ അയ്യങ്കുന്നിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. പാലക്കാട് വാക്കോട് മേഖലയിൽ കാലങ്ങളായി ഭീതി പടർത്തിയ പുലിയാണ് ഇന്നലെ രാത്രി 10 മണിയോടെ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. ഇന്ന് പുലർച്ചെ ശിരുവാണി കേരളമേട് കാട്ടിൽ തുറന്നുവിട്ട 4 വയസ്സുള്ള പുലിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വരും ദിവസങ്ങളിലും വനം വകുപ്പ് നിരീക്ഷണം തുടരും. കാസർഗോഡ് ഇരണിയിൽ പുലി ഇറങ്ങിയതിലെ ആശങ്കയിലാണ് ജനം. ഇന്നലെ രാത്രി കുണിയേരി വെള്ളാട്ട് സ്വദേശി നാരായണന്റെ വീട്ടിലെ വളർത്തുനായയെ പുലി ആക്രമിച്ചു. മുളിയാർ റിസർവ്ഡ് വനമേഖലയിൽ നിന്നാണ് പുലി എത്തിയത്. വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിച്ചാലുടൻ പ്രദേശത്ത് കൂട് സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ കടുവ ആടിനെ കടിച്ചുകൊന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഫാമിന്റെ തൊട്ട് താഴെ നമ്മൾ ആടിനെ തീറ്റിക്കാൻ ഇറക്കിയപ്പോൾ കടുവയുടെ ആക്രമണത്താൽ ഒരു ആട് നഷ്ടപ്പെട്ടത്. വനപാലകരും ഗവൺമെന്റും ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് എന്തെങ്കിലും നടപടികൾ എത്രയും വേഗം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കണ്ണൂർ അയ്യങ്കുന്നിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. പ്രദേശത്തെ റബ്ബർ തോട്ടത്തിലാണ് കാട്ടുകൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.